പ്രൈസ് ദി ലോർഡ്. ഗോഡിസ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 164ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസി ദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഗസ്റ്റ് സ്പീക്കറായി നമ്മുടെ ഇടയിൽ കടന്നു വന്നിട്ടുള്ളത് ഇവാഞ്ചലിസ്റ്റ് സ്റ്റാൻലി ജോർജ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വന്നിട്ടുള്ളത് USA നിന്നുമാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡിസ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഗോഡിസ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിലെ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട സുവിശേഷകൻ ഡെന്നി, തൃശ്ശൂർ ഡെന്നി, അദ്ദേഹത്തിന്റെ ഭാര്യ സിസ്റ്റർ സിജ ഡെന്നി സൗദിയിൽ ജോലി ചെയ്യുന്നു. ഡെന്നീസിന്റെ മദർ, മകൻ, ഇവരെല്ലാം ഒരുമിച്ചാണ് ഈ കൂട്ടായ്മ ഈ ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുകയാണ്. ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന പേരിൽ, അതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ഈ സൂം മീറ്റിംഗ്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ, അതിലൂടെ അവർ സുവിശേഷീകരണം, ആളുകളുടെ സാക്ഷ്യങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും ആരാധനയ്ക്കുമായിട്ടൊക്കെ ഒത്തിരി അവസരങ്ങൾ അവർ മറ്റുള്ളവർക്ക് വേണ്ടി ഏർപ്പെടുത്തുന്നുണ്ട്. അതിലൊക്കെ അവരെ അഭിനന്ദിക്കുന്നു. ഈ നാളുകളിൽ ഇത്തരം ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇത്തരം ശുശ്രൂഷകളാണ്. അതുകൊണ്ട് എല്ലാവരും ഇത്തരം ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാം. എനിക്ക് പലരെയും ഇതിനകത്ത് പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരാൾ നമ്മുടെ മധ്യത എഴുന്നള്ളിയിട്ടുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമാണ്. നമുക്കെല്ലാം ദൈവത്തെ അറിയാലോ. ഇപ്പൊ നമുക്ക് എല്ലാവരും പരസ്പരം അറിയത്തില്ലെങ്കിലും വിഷമിക്കേണ്ട, ദൈവത്തിന്റെ മഹാസാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. 2-3 പേര് എവിടെ അവരുടെ നാമത്തിൽ കൂടിയാലും അവർ മധ്യയെ എഴുന്നള്ളാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മഹാസാന്നിധ്യത്തിൽ നമ്മായിരിക്കുകയാണ്. ഇത് സൂം പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ദൈവസാന്നിധ്യം ഇല്ലെന്ന് ആരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പല ആളുകൾ ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ളപ്പം തന്നെ അത് ഓഫ് ചെയ്തിട്ട് കരിക്കരിയുകയും ചപ്പാത്തി ഉണ്ടാക്കുകയും ചോറുണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം സൂം പ്ലാറ്റ്ഫോം നമ്മൾ ചർച്ചിലേക്ക് വാങ്ങുക, നമ്മൾ ചർച്ചിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ അതിനിടയ്ക്ക് കൂട്ടാൻ കറി ഉണ്ടാക്കില്ലല്ലോ, അല്ലേ? നമ്മൾ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ സൂം പ്ലാറ്റ്ഫോമിലെ മീറ്റിങ്ങും അതുപോലെ തന്നെ ഗൗരവമുള്ള ദൈവസാന്നിധ്യത്തിലായിരിക്കുന്ന മീറ്റിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവരും ദൈവസാന്നിധ്യത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തെ നമ്മോട് സംസാരിക്കാൻ കഴിയും, ദൈവത്തിന് നമ്മൾ ഇടപെടാൻ കഴിയും. നമ്മളെ അറിയുന്നത് ഇപ്പൊ എന്നെ അറിയാവുന്ന നിങ്ങൾക്ക് എൻ്റെ പേരറിയാം, അല്ലെങ്കിൽ കുറെ കാര്യം അറിയാന്നുള്ളതല്ലാതെ എന്നെ അറിയാവുന്ന ആരും ഈ കൂട്ടായ്മയിലില്ല. നിങ്ങൾ പരസ്പരം, നിങ്ങളെ ആർക്കും തമ്മിൽ ആ നില അറിയില്ല. പക്ഷെ നമ്മളെ അറിയുന്നവൻ നമ്മുടെ മധ്യമുണ്ട്, നമ്മളെ കാണുന്നവൻ നമ്മുടെ മധ്യമുണ്ട്. നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ തന്നെ അറിയുന്ന ദൈവം, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഉണ്ട്. ഞാൻ കൂടുതൽ ഇത് സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം, പല ആളുകളും ഇത്രയും മീറ്റിങ്ങുകൾ വന്നിട്ട് ദൈവസാന്നിധ്യത്തെ കുറിച്ച് തികച്ചും ബോധവാന്മാരല്ലാത്ത നിരവധി ആളുകളെ കുറിച്ച് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവസാന്നിധ്യത്തിലാണെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ദൈവം എന്നോട് സംസാരിക്കണം, ദൈവം എന്നോട് ഇടപെടണം, ദൈവത്തിന്റെ ആത്മാവിന് എന്നോട് ഇടപെടാനുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാനും എനിക്ക് എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിച്ച ഒരു ദൂത് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ ലോകം നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെ, എന്തൊരു ഭയപ്പെടുന്ന ലോകമാണ്. എന്തെങ്കിലും പ്രതീക്ഷ നമുക്ക് കിട്ടുന്ന ലോകമാണ് ഇത്. പ്രത്യേകിച്ചും 2020 കഴിഞ്ഞോടുകൂടി ലോകം ഒരു വലിയ വ്യത്യാസമായ നിലയിലേക്ക് വന്നു. കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി, ഒരു പാൻഡമിക് വന്ന ശേഷമായിട്ട് ലോകം അതുവരെ കാണാത്ത തരത്തിലുള്ള ലോകത്തെ പിന്നെ നമ്മൾ കാണുന്നത്, അല്ലേ? ശരിയല്ലേ പറഞ്ഞേ? അതുവരെ കണ്ട ലോകമോ അതുവരെ കണ്ട ആളുകളോ അല്ല ലോക ജനത. ഭയങ്കര ഭീതിയിലേക്ക് ജനം വന്നുകൊണ്ടിരിക്കുക. കോവിഡ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഉള്ള ഭയം വളരെ ബഹുലമായ, എന്ത് സംഭവിക്കാം, എന്തും വരാം, ഏത് മഹാമാരിയും വരാം. അതിനുമ്പ് പ്രളയം ഉണ്ടായിട്ടുണ്ട്, ഭൂമികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം സംഭവം ഉണ്ടായിട്ടുണ്ട്, മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും ജനം ഭയപ്പെട്ടിട്ടില്ല. എന്നാൽ കോവിഡ് കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള എല്ലാ ആളുകളുടെ സങ്കല്പങ്ങളെയും വിശ്വാസങ്ങളെയും മാറ്റിമറിക്കുന്ന ഭയങ്കര ദുരന്തമായിരുന്നു കോവിഡ്, അല്ലെ? എല്ലാ രാജ്യങ്ങളെയും അത് തകർത്തു. ലോകത്ത് ആരെയും ഭയപ്പെടാത്ത, ഒന്നിനെ ഭയപ്പെടാത്ത അമേരിക്ക പോലും ഭയപ്പെടുന്നത് കോവിഡിനെയാണ്. എത്ര കോടികളെയാണ് കോവിഡ്
കൊലപ്പെടുത്തിയത്. കോവിഡിന്റെ അത്ര ഭയാനകരമായ ഒരു ദുരന്തമായിരുന്നു കോവിഡ്. അപ്പോൾ എത്രയോ സാമ്പത്തിക വ്യവസ്ഥ തകർത്തു, ബിസിനസ്സുകൾ തകർത്തു, ആളുകളുടെ ജീവൻ ഇന്നും കോവിഡിന്റെ മഹാമാരി കൊണ്ടുള്ള അതിന്റെ വാക്സിനേഷൻ മൂലമുള്ള കെടുതികൾ അനുഭവിക്കുന്ന കൊടാനുകൂടി ജനങ്ങൾ ഭൂമിയിലുണ്ട്. ഈ വാക്സിൻ എടുത്തതിന് പേരിൽ പോലും ജനങ്ങൾ മരിക്കുന്നുണ്ട്. അത്രമാത്രം കോവിഡ് വരുത്തി വെച്ച ദുരന്തം. കാരണം എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ, നമുക്ക് ഈ ഭൂമിയിൽ ഒന്നിനെ കുറിച്ചും ഒരു ഉറപ്പുമില്ല. നമുക്ക് ഒരു നിശ്ചയമില്ല നാളെ എന്ത് സംഭവിക്കും, അല്ലേ? അത് പ്രത്യേകിച്ച് കോവിഡാണ് അത് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ഭൂമിയിൽ അത് വെളിപ്പെടുത്തിയ കോവിഡാണ്. എല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്ത കോവിഡ് മഹാമാരിയാണ്. ഞാൻ വിചാരിച്ചു ചൈനീസ് പ്രോഡക്റ്റ് അല്ലേ, അതുകൊണ്ട് അധികം നിൽക്കില്ലെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞങ്ങൾ ഈ അമേരിക്ക ചൈന പ്രൊഡക്റ്റ് ഇവിടെ വരുമ്പോൾ നമുക്കറിയാം വിലക്കുറവാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെയാണ്. അപ്പോൾ ഇതും ചൈനീസ് വൈറസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അധികം നിൽക്കില്ല, പൊട്ടെന്ന് പോകുന്നു. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ ചൈനക്കാരന്റെ ഇത്ര ശക്തവും ഇത്ര നിലനിൽക്കുന്ന ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണും. അത് ചൈനീസ് കോവിഡാണ്. ഞാൻ ഒരു പരസ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ സത്യമാണ്. കാരണം അപ്പൊ നമ്മൾ ഈ ബൈബിളിനകത്ത് ഒരു ചോദ്യമുണ്ട്, നഥനയേൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നസ്രയിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം ഒരു നന്മയും വരാൻ സാധ്യതയില്ലാത്ത സ്ഥലമാണ് നസ്രത്ത്. അവിടെ നിന്നാണ് യേശു വന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നസ്രത്തിൽ നിന്ന് നന്മ വരുമോ എന്ന് നഥനയേൽ ചോദിക്കുന്ന പോലെ നമ്മൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ലോകത്തു നിന്ന് നമുക്ക് വല്ല നന്മയും വരുമോ? ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക്, ക്രൈസ്തവർക്ക് വല്ല നന്മയും ഭൂമിയിൽ നിന്ന് വരുമോ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ ലോകത്ത് നമ്മൾ ജീവിക്കുകയാണ്. ഈ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ട്. എന്റെ ഭാവി എന്താണ്, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണ്, അടുത്ത വർഷം എന്താ സംഭവിക്കുന്നത്, എന്റെ സാമ്പത്തികം എന്തായിരിക്കും, എന്റെ ബിസിനസ് എന്തായിരിക്കും, എന്റെ മിനിസ്ട്രി എന്തായിരിക്കും, എന്റെ ജോലിയുടെ അവസ്ഥ എന്തായിരിക്കും, ഇതെല്ലാം ചിന്തിക്കുന്ന, എന്റെ ബാങ്കിൽ അടുത്ത വർഷം എന്താ ഉണ്ടാകുന്നത്, ഇതെല്ലാം ചിന്തിച്ച് ഭയപ്പെടുന്ന ഒരു സമൂഹത്തിൽ, ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വല്ല വകയുമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതിന് ആധാരമായിട്ട് ഞാൻ ഇവിടെ റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വചനം 2 കൊരിന്ത്യൻസ് 5:7 വാക്യമാണ്. 2 കൊരിന്ത്യൻസ് 5:7. അവിടെ നമ്മൾ കാണുന്ന ചെറിയൊരു വാക്യമാണ്. കാഴ്ചയാലല്ല, നിങ്ങൾ ഏറ്റു പറയാൻ എന്നോട്, കാഴ്ചയാലല്ല വിശ്വാസത്തിൽ അത്രയും ഞങ്ങൾ നടക്കുന്നത്. ചെറിയൊരു വാക്യമാണ്, പക്ഷെ ഈ വാക്യം വളരെ വിപുലമായിട്ടുള്ള അർത്ഥവും അർത്ഥതലങ്ങളും നമുക്ക് നൽകുന്ന ഒരു വലിയ ഗൗരവമായിട്ടുള്ള പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വലിയൊരു ദൈവത്തിന്റെ വചനമാണ്. കാഴ്ച കൊണ്ടല്ല, വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്, നടക്കുന്നതെന്ന് അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളെ ഉപദേശിക്കുകയാണ്. ഇത് വലിയൊരു ആഹ്വാനമാണ്. കാഴ്ച കൊണ്ടല്ല. അപ്പൊ നമുക്കറിയാം, നമ്മൾ കാണുന്നതൊക്കെ കാഴ്ചയാണ്, അല്ലെ? കോവിഡ് ഒരു കാഴ്ചയായിരുന്നു. ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ, വിലക്കയറ്റം തൊട്ടുള്ള കാര്യങ്ങൾ, രോഗങ്ങളെ, മഹാമാരികളെ, പ്രളയം, നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാം കാഴ്ചകളാണ്. നമ്മളെല്ലാം കാഴ്ച കണ്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ കാഴ്ചക്കപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും വിശ്വസിക്കാനുണ്ടോ? കാഴ്ചക്കപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? അതിനപ്പുറത്തേക്കൊരു മറ്റൊരു കാഴ്ച ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലേ? അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കെല്ലാം അതൊരു അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മളെല്ലാം ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ആശങ്കയ്ക്കും വലിയൊരു ചിന്തയ്ക്കും വളരെ ഗൗരവപൂർവമായിട്ടുള്ള ഒരു ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ഈ ദൈവദിനം ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ പൗലോസ് പറയുന്നത്? എന്താണ് ഇവിടെ? നമ്മൾ കാഴ്ച കൊണ്ടല്ല ജീവിക്കുന്നത്. അപ്പൊ കാഴ്ച കൊണ്ട് ജീവിക്കാം, അല്ലെ? നമ്മൾ കണ്ട കാര്യങ്ങൾ കൊണ്ട് ജീവിക്കാം. അപ്പൊ വിശ്വാസം കൊണ്ട് ജീവിക്കാം. രണ്ടു തരം ജീവിതമാണ്. ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് കാഴ്ചയുടെ ജീവിതമല്ല, അത് വിശ്വാസ ജീവിതമാണ്. എന്താ വിശ്വാസം? കാണാത്ത കാര്യങ്ങൾ കാണുന്ന വിശ്വാസം. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നത്, നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് കാഴ്ചയുടെ ആവശ്യമുള്ളൂ, അല്ലെ? നിങ്ങൾക്ക് വിഷൻ ഉണ്ടെങ്കിൽ എന്നെ കാണാം. പക്ഷെ നിങ്ങൾ കാണാത്തൊരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അതിനപ്പുറത്തൊരു വിശ്വാസം വേണം. വിശ്വാസം എന്നുള്ളത് എബ്രായലേഖനത്തിൽ പറയുന്നത് എന്താണ്? കാണാത്ത കാര്യങ്ങൾ നിശ്ചയവും നമ്മൾ ആശിക്കുന്നതിന് ഉറപ്പുമാണ്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന, ആശിക്കുന്ന, പ്രതീക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഉറപ്പ്. അപ്പൊ അത് ആ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ തന്നെ നമ്മളത് കാണുന്നില്ല, പക്ഷെ അത് കണ്ടുകൊണ്ട് നമ്മൾ ഉറപ്പിക്കുകയാണ്, അല്ലെ? അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം തന്റെ മക്കളോടും കൊച്ചുമക്കളോടും കൂടെ നയിക്കുന്ന ഒരു വിശ്വാസ യാത്രയുണ്ട്. ആ യാത്രയിൽ അദ്ദേഹം കാണുന്നത് എന്താണ്? ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നഗരം അദ്ദേഹം കാണുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് മാനുഷികമായിട്ട് കാണാൻ പറ്റത്തില്ല. അത് വിശ്വാസ കണ്ണിലേ കാണാൻ പറ്റും. അപ്പൊ അബ്രഹാമിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അബ്രഹാം അല്ലേ ബൈബിളിലെ ഏറ്റവും വലിയ വിശ്വാസവീരൻ? അബ്രഹാം അല്ലേ? വിശ്വാസത്തിന്റെ പിതാവ് നമ്മൾ പറയുന്നത് അബ്രഹാമിനെ കുറിച്ച്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് നോക്കിയേ. ദൈവം അദ്ദേഹത്തെ വിളിച്ചു വേർതിരിച്ചു. അദ്ദേഹം ഇറങ്ങുകയാണ്, എല്ലാം വിട്ടിറങ്ങുന്നു. അപ്പനെയും അമ്മയും ബന്ധുക്കളെയും ചർച്ചക്കാരെയും ബിസിനസ്സും തന്റെ വരുമാനം എല്ലാം വിട്ട് അദ്ദേഹം ഇറങ്ങുകയാണ്. എങ്ങോട്ടാ ഇറങ്ങുന്നത്? എങ്ങോട്ടാ പോകുന്ന അറിയില്ല. എവിടോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ദൈവം പറഞ്ഞു. അത് എവിടെയാണെന്ന് അദ്ദേഹം അറിയില്ല. കാണിപ്പാനുള്ള ദേശത്തേക്കാണ് പോകുന്നത്. അദ്ദേഹം ഇറങ്ങി, വളരെ വിശ്വാസത്തോടെ ഇറങ്ങി. അല്ലെ പിന്നെ വിടാൻ പറ്റത്തില്ലല്ലോ. വിശ്വാസം ഉണ്ടെങ്കിലും വിടാൻ പറ്റത്തില്ല, അല്ലേ? ചില ആൾക്കാര് ഇറങ്ങത്തില്ല,
വിശ്വാസമുണ്ട്, പക്ഷെ അവരൊന്നും വിടത്തില്ല. കാരണം വിടാതിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ അവർക്ക് വിശ്വാസമില്ല, അല്ലേ? ഇപ്പൊ ഒരു ഇപ്പൊ ഒരു കൊച്ചു കുഞ്ഞ്, ഒരു അപ്പൻ ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് കുഞ്ഞോട് ചാടാൻ, കുഞ്ഞിനെ ഒരു മേളിൽ നിർത്തിയിട്ട് ആ കുഞ്ഞോട് പറയും, നിങ്ങൾ ചാടാൻ പറഞ്ഞാൽ വിശ്വാസമുള്ള കുഞ്ഞാളെ ചാടും, കാരണം അപ്പന്റെ കരങ്ങൾ താഴെയുണ്ട്, അപ്പനാ പറയുന്നത് ചാടിക്കൊള്ളാനായിട്ട്, അല്ലേ? എന്നാൽ വിശ്വാസം ഇല്ലാത്ത പിള്ളേർ ചാടത്തില്ല, കാരണം അപ്പനെ അവിശ്വാസമാണ്. കാരണം അപ്പന് നമ്മളെ പിടിക്കാൻ കഴിയുമെന്ന് അറിയാം, നമ്മളെ വായിക്കാൻ അപ്പന് കരുത്തുണ്ട്, നമ്മൾ ചാടിയാൽ അപ്പന്റെ കൈകളിലേക്കാണ് ചാടുന്നത്, ഒക്കെ നമുക്കറിയാമെങ്കിൽ പോലും ചാടാൻ മടിക്കുന്ന ആൾക്കാർക്ക് വിശ്വാസമില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു ദൈവത്തിൽ, നമ്മുടെ പിതാവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക, അല്ല നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പൊ ആ വിശ്വാസം അബ്രഹാമിന് ഉണ്ടായിട്ടാണ് അദ്ദേഹം അറിയുന്നത്. അനേക വർഷം അദ്ദേഹം യാത്ര ചെയ്യാണ്, അനേക വർഷങ്ങൾ, തലമുറകൾ അദ്ദേഹം കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹം കുറെ വർഷം കഴിഞ്ഞപ്പോൾ, ഞാൻ ചുരുക്കി പറഞ്ഞാൽ, അദ്ദേഹം ഒരു കൂടാരത്തിൽ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ ആ ഭാഗം പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഒരു കൂടാരത്തിൽ വന്നിരിക്കുകയാണ്. ആ കൂടാരത്തിൽ കാണുന്ന കാഴ്ച എന്താണ്? കുറെ വർഷം കഴിഞ്ഞു, വിശ്വാസ ജീവിതത്തിന്റെ ഒരു പക്ഷേ 6 നൂറ്റാണ്ടോ 60 വർഷമൊക്കെ കഴിഞ്ഞാണ് ഇരിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഒരു 100ഓളം വയസ്സ് കാണുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച എന്താണ്? അദ്ദേഹം നോക്കുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒത്തിരി ഉണ്ട്. ആദ്യം ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പോൾ ദേശത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. ആ ദേശം ഇതുവരെയും കണ്ടിട്ടില്ല. എത്രയോ വർഷം കൊണ്ട് യാത്ര ചെയ്യാണ്, കനാൻ ദേശം കണ്ടിട്ടില്ല, കാരണം വാഗ്ദത്ത ദേശം കണ്ടിട്ടില്ല. പിന്നെ 25 വർഷം മുമ്പ് അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, നിനക്കൊരു മകൻ ഉണ്ടാകും, ആ മകൻ ലോകം മുഴുവൻ നിറയും, ആ ജാതി ലോകം മുഴുവൻ നിറയും, ആ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും, ഒരു വലിയ സന്തതിയാകും, അല്ലെ, ലോകം മുഴുവൻ നിറയുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു മകൻ ഉണ്ടായിട്ടില്ല. ആലോചിച്ചോക്കെ, ദൈവം പറഞ്ഞു എത്ര വർഷം, 25 വർഷമായിട്ട് അത് കാര്യം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, തനിക്ക് 100 വയസ്സായി, സാറയ്ക്ക് 90 വയസ്സായി, തന്റെ സമ്പാദ്യം മുഴുവൻ, ബഹുസമ്പന്നനായിരുന്ന അബ്രഹാം, തന്റെ സമ്പാദ്യം മുഴുവൻ തന്റെ ദാസനായ ഏലിയാസറിന്റെ കൈപോവാണ്, തന്റെ മാനേജറാണ്. അദ്ദേഹം ആ സമ്പത്ത് മുഴുവൻ കൊണ്ടുപോവുകയാണ്. അപ്പൊ നോക്കിയോ, അപ്പൊ നമുക്ക് കുറ്റം പറയാൻ പറ്റും? അദ്ദേഹത്തിന്റെ കാഴ്ച, കൂടാരത്തിലിരുന്ന അബ്രഹാമിന്റെ കാഴ്ചയ്ക്ക് യാതൊരു തെറ്റുമില്ല. അദ്ദേഹം കൃത്യമായിട്ട് കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതെല്ലാം സത്യമാണ്, ഇതെല്ലാം കാഴ്ചയാണ്. അങ്ങനെ കാഴ്ച കണ്ട് നിരാശപ്പെട്ടുകൊണ്ടിരുന്ന അബ്രഹാം അപ്പൊ ചോദിച്ചു, ദൈവമേ, നിന്റെ വാഗ്ദാനങ്ങൾക്ക് എന്താ പറ്റി? എന്നോട് ഇതൊക്കെ പറഞ്ഞല്ലോ, എന്നെ വിളിച്ച് വേർതിരിച്ചു, എന്നെ എല്ലാം വിട്ടിറങ്ങി, എനിക്ക് മകനുണ്ടാകുമെന്ന് പറഞ്ഞു, അതുണ്ടായിട്ടില്ല. ഇത്ര 100 വയസ്സായി, ഇനി എങ്ങനെ മകനുണ്ടാകും? അപ്പൊ വിശ്വാസവീരനാന്ന് നമ്മൾ പറയുന്ന അബ്രഹാം പോലും അന്നേരം നിരാശനാണ്. പ്രതീക്ഷയില്ലാത്ത നിലയിലേക്ക് അബ്രഹാമിന്റെ ജീവിതം കടന്നു വരികയാണ്. ആ സമയത്ത് ഒരു കാര്യം സംഭവിച്ചു. എന്താ സംഭവിക്കുക? നിനക്കറിയാമല്ലോ ആ ഭാഗം. ആ സമയത്ത് ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്, അബ്രഹാമേ, നീ കൂടാരം വിട്ട് പുറത്തേക്ക് പോകാം. ഇതാണ് കേൾക്കുന്ന ശബ്ദം. അപ്പോ അദ്ദേഹം ദൈവത്തിന്റെ ശബ്ദം അനുസരിക്കുന്ന ആളാണ്, അതുകൊണ്ടല്ലേ ആദ്യം ഇറങ്ങിയത്. പെട്ടെന്ന് ചാടി പുറത്തോട്ട് പോയി. അടുത്ത ശബ്ദം, നീ ആകാശത്തേക്ക് നോക്കുക. അപ്പൊ എന്താണ് അബ്രഹാം ആകാശത്ത് നോക്കുന്നത്? ഒരു നിലാവുള്ള രാത്രിയിലാണ്. ആകാശം നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? കോടാനുകോടി നക്ഷത്രങ്ങൾ. അതേ കണ്ടുള്ളൂ. ആ നക്ഷത്രങ്ങളെ കണ്ടപ്പോൾ അബ്രഹാമിന്റെ ഉള്ളിൽ തന്റെ നഷ്ടപ്പെട്ട വിശ്വാസം വർദ്ധിച്ചു വന്നു. കാരണം നക്ഷത്രം കണ്ടപ്പോൾ അബ്രഹാമിന് 25 വർഷം മുമ്പ് ദൈവം പറഞ്ഞ കാര്യം മനസ്സിലായി. അയ്യോ, ഇതുപോലാണല്ലോ എന്റെ സന്തതി ഉണ്ടാക്കാൻ ദൈവം എന്നോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഓർത്തു, 25 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽ പോലെ എന്റെ സന്തതി നിറയും ഭൂമിയിൽ. പെട്ടെന്ന് അബ്രഹാമിന്റെ ഉള്ളിൽ വിശ്വാസം, ഒരു വലിയൊരു ജ്വാല പോലെ അബ്രഹാമിന്റെ ഉള്ളിലേക്ക് വിശ്വാസം കത്തി. അദ്ദേഹം ഒരുപക്ഷെ എന്റെ ഭാവനയെ ദൈവത്തോട് അദ്ദേഹം ഒരുപക്ഷെ ക്ഷമ ചോദിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ആ വിശ്വാസത്തിൽ, അദ്ദേഹത്തിനുണ്ടായ വിശ്വാസത്തിൽ അബ്രഹാം പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, സ്വന്തം മകനെ യാഗമാക്കാൻ തയ്യാറായ അബ്രഹാം. ഈ കല്ലിൽ നിന്ന് എനിക്ക് മകനെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ ദൈവത്തെ പോലും ഞെട്ടിപ്പിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മാന വിശ്വാസം, അല്ലേ? ദൈവത്തിന് അറിയാം, പിന്നെ ചെയ്യുമെന്നറിയാമെങ്കിൽ പോലും ദൈവത്തെ പോലും പ്ലീസ് ചെയ്ത, അതുകൊണ്ട് അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടത്. സ്വന്തം സ്നേഹിതനെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന അബ്രഹാമിനെ മാത്രമേ ഉള്ളൂ. കാരണം എന്താ അറിയാം, തന്റെ വിശ്വാസം കൊണ്ട് ദൈവത്തെ പോലും അബ്രഹാം കീഴടക്കുന്നുള്ളൂ. ദൈവത്തിന്റെ ഹൃദയം അബ്രഹാം പിടിച്ചെടുത്തു. അത്ര തീവ്രമായ വിശ്വാസം കാണിച്ച ആളാണ് അബ്രഹാം. സ്വന്തം മകനെ യാഗമാക്കാൻ വേണ്ടി അവസാന നിമിഷം ആ കത്തിയുടെ മുമ്പിൽ ദൈവം അവിടെ തടയുക ചെയ്ത്. അപ്പൊ അത് പിന്നീട് സംഭവിച്ചാണ്. അപ്പൊ ഇതുപോലാണ് നമ്മളൊക്കെ വിശ്വാസികൾ നയിക്കുന്നവരാണ്, അല്ലെ? നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ്. അപ്പൊ ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ നമ്മളെ കുറിച്ച് പറയുന്നത്, വിശ്വാസികൾ. സത്യത്തിൽ വിശ്വാസികൾക്ക് ഇപ്പൊ ഇല്ലാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്. ഇന്നത്തെ നമ്മളെ ഈ വചനധ്യാനം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. വചനധ്യാനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്, വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് വിശ്വാസമുണ്ടോ? ഈ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ ഒരാൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കുഞ്ഞുണ്ണി ഒരു കവിത എഴുതുന്ന ആളാണ്, കൊച്ചു കവിത എഴുതുന്ന ആളാണ് കുഞ്ഞുണ്ണി. കേരളത്തിലെ കവിയാണ്. അദ്ദേഹം എഴുതിയുള്ള കൊച്ചു കവിതയുണ്ട്,
യേശുവിലാണ് വിശ്വാസം, കീശയിലാണ് ആശ്വാസം. നിങ്ങൾ കേട്ടുണ്ടാക്കുക. ദൈവമക്കൾക്ക് പറ്റിയ കവിതയാണ്. കാരണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റാണ്. ദൈവത്തിലുള്ള വിശ്വാസം, ഭയങ്കര വിശ്വാസം പ്രഖ്യാപിക്കും, എല്ലായിടത്തും വിശ്വാസം ഏറ്റു പറയും. പക്ഷേ കാര്യം വരുമ്പം കീശയിലാണ് ആശ്വാസം. കാരണം കാര്യം കണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ, അല്ലെ പണം ഉണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ. അപ്പൊ ഇതല്ല വിശ്വാസം. വിശ്വാസം എന്നുള്ളത് നമ്മുടെ കാഴ്ചക്കപ്പുറത്താണ്, നമ്മുടെ കാഴ്ചക്കപ്പുറത്താണ്. ഇത് നോക്കാം, അബ്രഹാമിന് ദൈവം എന്താ ചെയ്തത്? കാഴ്ച കണ്ടുകൊണ്ടിരുന്ന അബ്രഹാമിനെ ദൈവം ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് വിശ്വാസം. കാഴ്ചയല്ല വിശ്വാസം. വിശ്വാസം ഒരു കാഴ്ചപ്പാടാണ്. വ്യത്യാസമുണ്ട്. കാഴ്ചയും കാഴ്ചപ്പാടും വ്യത്യാസമുണ്ട്. കാഴ്ചപ്പാട് ഒരു ദർശനമാണ്. വിശ്വാസം കൊണ്ട് നമ്മൾ കാണുന്ന, ഇതുവരെ നമ്മൾ ഒരിക്കലും മാനുഷികമായിട്ട് കാണാൻ കഴിയാത്ത ഒരു കാര്യം നമ്മൾ നമ്മുടെ ഉള്ളിലെ വിശ്വാസ കണ്ണുകൊണ്ട് കാണുകയാണ്. അബ്രഹാം അത് കണ്ടു. ആ നക്ഷത്രം നോക്കിയപ്പോൾ അബ്രഹാമിന്റെ മനസ്സിൽ വന്നത് നക്ഷത്രങ്ങളെ പോലെ അബ്രഹാമിന്റെ സന്തതിയെ അദ്ദേഹം കാണുകയാണ്. ആ നക്ഷത്രങ്ങൾക്ക് പകരമായിട്ട് അദ്ദേഹം കാണുന്നത് തന്റെ സന്തതി ഇന്ന് ഭൂമിയിൽ നിറയുന്നുണ്ട്. കണ്ടില്ലേ? ഇസ്രായേൽ, യഹൂദന്മാർ നിറയാത്ത സ്ഥലമുണ്ട് ഇന്ന് ലോകത്ത്. ലോകത്ത് മുഴുവൻ യഹൂദന്മാരെ നിയന്ത്രിക്കുന്നത്. നമ്മൾ കാണും ഇസ്രായേൽ ഒരു ഇത്ര ചെറിയ രാജ്യമെന്ന് പറഞ്ഞാലും ആ യഹൂദന്മാർ ലോകം മുഴുവനുണ്ട്. ഇപ്പൊ അമേരിക്കയിലെ യഹൂദന്മാർ 2% ഉള്ളൂ. ആ 2% യഹൂദന്മാരെ അമേരിക്ക കൺട്രോൾ ചെയ്യുന്നവരാണ്, അമേരിക്ക ഭരിക്കുന്നവരാണ്. അമേരിക്കയുടെ വ്യവസായം, സാമ്പത്തികം, മീഡിയ എല്ലാം അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് അമേരിക്ക ഇത്രയും പാടുപെട്ട് അവർക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ അമേരിക്ക പോയി ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ചെറിയ ഒരു ജനതയാന്ന് പറഞ്ഞാലും അവരുടെ സ്വാധീനം, ശക്തി അത്ര വലുതാണ്. അതുകൊണ്ടാണ് അപ്പൊ അബ്രഹാം ദൈവം ചെയ്ത കവനന്റാണ്, നിങ്ങൾ നിറയും തീർച്ചയായിട്ടും. അതുപോലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ദൈവം പറഞ്ഞു. ശരിയല്ലേ? ലോകത്തിലെ 70% കണ്ടുപിടുത്തങ്ങളും നടന്നിട്ടുള്ള യഹൂദന്മാരാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകള്, പെൻസിലിൻ മുതലുള്ള എല്ലാ മരുന്നുകളും, എല്ലാ ആയുധങ്ങളും, അണുവായുധത്തിലുള്ള ഡിഫൻസ് ആയുധങ്ങള്, അതുപോലെ എല്ലാ സാങ്കേതിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്കും യഹൂദന്മാരാണ്. നോബൽ സമ്മാനം കിട്ടിയതിന്റെ 70% യഹൂദന്മാർക്കാണ്. അപ്പോൾ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് യഹൂദന്മാരെ കൊണ്ടാണ്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര കൃത്യമായിട്ടാണ് പാലിക്കപ്പെട്ടത്, അല്ലെ? അബ്രഹാം ദൈവ വാഗ്ദത്തം അതുപോലെ പാലിക്കപ്പെട്ടു. പക്ഷെ അതിന് വിശ്വാസം വേണമായിരുന്നു. അബ്രഹാമിന്റെ ഉള്ളിൽ ആ വിശ്വാസം വരുന്നവർ ദൈവം കാത്തിരുന്നു. അബ്രഹാമിന്റെ ഉള്ളിൽ എപ്പോഴാണോ ആ വിശ്വാസം വന്നത്, അവന്റെ കാഴ്ചപ്പാട് മാറിയത്, അവൻ ദൈവത്തിങ്കിലേക്ക് ഉയരങ്ങളിലേക്ക് നോക്കിയപ്പോഴും. ഇത് ആകാശത്തെ നോക്കുക എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇപ്പൊ ഭൂമിയിൽ നമ്മൾ നോക്കിയാൽ കാണുന്ന കാഴ്ച വളരെ നിരാശജനകമാണ്. അത് ലോകമാണ്, എല്ലാം നിരാശയാണ്. സാധ്യതയില്ലാത്ത, പ്രതീക്ഷയില്ലാത്ത, ദുഃഖിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഭൂമി കാണത്തുള്ളൂ. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് ഉയർന്നു പോയാൽ, നമ്മൾ സ്വർഗത്തിലേക്ക് നോക്കിയാൽ എന്താ നമ്മൾ കാണുന്നത്? നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി വിചാരപ്പെടുന്ന, നമുക്ക് വേണ്ടി വടിയൊരുക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെ നമ്മൾ കാണാൻ പറ്റും. അപ്പൊ അബ്രഹാമിന്റെ കാഴ്ച മുകളിലേക്കായപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ കാഴ്ചപ്പാടാണ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്ന അദ്ദേഹം കാണുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ കൂടാരം വിട്ട് ഇറങ്ങണം. നിങ്ങളുടെ കൂടാരം, നമ്മുടെ കൂടാരം എന്താണ്? നമ്മുടെ കൂടാരം നമ്മുടെ സാഹചര്യങ്ങളാണ്, നമ്മുടെ പ്രശ്നങ്ങളാണ്, നമ്മുടെ പ്രതികൂലങ്ങളാണ്. നമ്മുടെ ഭവനത്തിൽ ചിലപ്പം ഇതുപോലെ കൂടാരമായിരിക്കുക. കുഞ്ഞുങ്ങളുടെ പ്രശ്നം, രോഗം, സാമ്പത്തിക പ്രശ്നങ്ങൾ, കടബാധ്യത, പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ, മാനസിക പ്രശ്നങ്ങളെ എല്ലാം ഇത് ഒരു കൂടാരത്തിൽ നമ്മൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടാരത്തിലെ കാഴ്ചകളാണ്. എന്നാൽ കൂടാരത്തിലെ കാഴ്ച കണ്ടിരിക്കുക നമ്മൾ എന്ത് ചെയ്യണം? കൂടാരം വിട്ട് പുറത്തു പോകണം. ദൈവം പറയുന്നു, നമ്മളെല്ലാം ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കൂടാരം വിട്ട് നിങ്ങൾ ഇന്ന് പുറത്തിറങ്ങുക, എന്നിട്ട് ഉയരത്തിലേക്ക് നോക്കുക. അവിടെ നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങളുടെ വാഗ്ദത്തങ്ങളുടെ നിവർത്തി. ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളോട് ദൈവം പറഞ്ഞ എന്ത് കാര്യമാണെങ്കിലും, ഏത് വർഷം മുമ്പ് പറഞ്ഞ പ്രവചനമാണെങ്കിലും ആ ദൈവമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട, ദൈവം അത് നിവർത്തിക്കും. ഒരു സംശയം വേണ്ട. ഇപ്പൊ ഒരു സാക്ഷ്യം ഞാൻ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞിങ്ങനെ, ഇപ്പം ഇൻട്രഡക്ഷനിൽ സാക്ഷ്യം പറയുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ അതിനെ കുറിച്ച് പറയാം. അതായത് 1980 അപ്പൊ എനിക്കൊരു 20 വയസ്സ് കാണും, അല്ലെ? അപ്പോ അന്ന് ഞാൻ ദൈവത്തിന് അഭിഷേകം പ്രാപിച്ച വർഷമാണ്, ആത്മാഭിഷേകം പ്രാപിച്ച വർഷമാണ്. അതിനോട് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്ന ആളാണ് ഞാൻ. അല്ല ആത്മാഭിഷേകത്തോടും അല്ല ആത്മശക്തിയോടും അന്യഭാഷയോടും ഒന്നും എനിക്ക് വിശ്വാസം ഇല്ലാതിരുന്ന ഒരു ആളായിരുന്നു ഞാൻ മറ്റു രംഗങ്ങളിലൊക്കെ വളരെ തീവ്രമായിട്ട് പ്രവർത്തിക്കുന്ന കാലമാണ്. അന്ന് എനിക്ക് എൻ്റെ വിശ്വാസം, ഞാൻ ദൈവത്തെ പരീക്ഷിക്കുക ചെയ്തത്. കാരണം ഈ ആത്മശക്തി സത്യമാണെങ്കിൽ എന്നിലേക്ക് പകരണം എന്ന് ഞാൻ ദൈവത്തോടൊരു ഡിമാൻഡ് വെച്ചാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ദൈവം അത്, എൻ്റെ ആ ഡിമാൻഡ് ദൈവം അംഗീകരിച്ചാണ് ദൈവം എനിക്ക് ആത്മശക്തി അന്യഭാഷയോടുകൂടി ആ അഭിഷേകം ഉണ്ടായ ദിവസം. അന്ന് വൈകിട്ട് അന്ന് ആ ശുശ്രൂഷയ്ക്ക് വന്ന ഒരു ദൈവദാസനാണ് മാങ്ങാനം ജോസഫ് എന്ന് പറയും. അപ്പൊ മാങ്ങാനം ജോസഫ് എന്ന് പറഞ്ഞ ആള് 2
ദൈവം വളരെ ഉപയോഗിച്ച ശക്തനായ ദൈവദാസനാണ് കേരളത്തിന് പുറത്തുമൊക്കെ. ഒരു കാലഘട്ടം മുഴുവൻ ആ ഒരു തലമുറ ദൈവം ഉപയോഗിച്ച അതിശക്തനായ ദൈവദാസനാണ്. അനേക വലിയ അഭിഷക്തനായ ദൈവദാസനായിരുന്നു മാങ്ങാനം ജോസഫ്. അദ്ദേഹം ഒരു 2ാം ക്ലാസ് മാത്രമേ അദ്ദേഹത്തിന് വിദ്യാഭ്യാസമുള്ളൂ. അദ്ദേഹം എന്നോട് അന്ന് രാത്രിയിൽ പറയുന്നു, എന്നെ മാത്രം അദ്ദേഹം വിളിച്ചുകൊണ്ട് ഹോളിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം എന്നെ കൊണ്ടുപോയി ആ മീറ്റിംഗ്, ഞാൻ അദ്ദേഹം മാത്രം ഹോളിലിരിക്കുകയാണ്. അപ്പൊ എന്നോട് അദ്ദേഹം 6 മിനിറ്റ് നേരം ഇംഗ്ലീഷ് സംസാരിക്കാൻ, 2ാം ക്ലാസ്സുകാരൻ, ഇംഗ്ലീഷിന്റെ ഒരു വാക്കും അറിയാത്ത ഒരാള് ഇംഗ്ലീഷിൽ എന്നോട് സംസാരിക്കുന്നു 6 മിനിറ്റോളം. അന്ന് അദ്ദേഹം എന്നോട് അനേക കാര്യങ്ങൾ പറഞ്ഞു, ഭാവി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എനിക്കൊന്നും വിശ്വാസമില്ല, അന്നും വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ഒരു സാധാരണ പള്ളിക്കൂടത്തിൽ പോകുന്ന ഒരാൾ, മലയാള സ്കൂളിൽ പോകുന്ന ഒരാൾ, സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ, വളരുന്ന ഒരാൾ, ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? നമുക്ക് അങ്ങനെ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായില്ല. പക്ഷെ ഒരു അത്ഭുതം എനിക്കുണ്ടായി. 2ാം ക്ലാസ്സുകാരൻ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? അപ്പൊ ഞാൻ അത് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ അറിയാവുന്ന കാലമാണ്, കോളേജിൽ പഠനം നടത്തി വന്ന ആളാണ്. അപ്പൊ എനിക്ക് ഇദ്ദേഹം ഗ്രാമർ തെറ്റാതെ, അത് മാത്രമല്ല അദ്ദേഹത്തിന് ശബ്ദം മാറുകയാണ്. ഇംഗ്ലീഷ് പറയുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം അദ്ദേഹത്തിന്റെ സ്വന്തമായ ശബ്ദമല്ല, വേറൊരു ശബ്ദമാണ്. ഷേക്സ്പിയർ ഒക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറുടെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ ആ ശബ്ദം. അപ്പൊ ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷും അറിയാമോ? അപ്പൊ ഞാൻ ആ ചർച്ചിലെ ക്ലോക്ക് നോക്കി 6 മിനിറ്റോളം കണ്ടിന്യൂസ് ചെയ്യാൻ സംസാരിക്കുകയാണ്. ധാരാളം കാര്യങ്ങളാണ് പറയുന്നത്, പല പല കാര്യങ്ങളാണ്, നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അത് വിശ്വസിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് ഇംഗ്ലീഷിലുള്ള ആ സംസാരത്തിൽ എനിക്ക് വലിയ അത്ഭുതം ഉണ്ടായി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇംഗ്ലീഷ് എന്തറിയാം? പുള്ളി പറഞ്ഞു, ഇംഗ്ലീഷ് നോ ഇംഗ്ലീഷ് ഓൺലി മലയാളം എന്ന് പറയാൻ അറിയാം. അതെങ്ങനെ അറിയാവുന്നത്? അത് ഞാൻ വിസയ്ക്ക് മദ്രാസിൽ പോകാൻ വേണ്ടി ആൾക്കാർ പറഞ്ഞു വിട്ടാണ്. അവിടെ പോയി ഇത് പറഞ്ഞ് അങ്ങോട്ട് കയറ്റിവിടും, മലയാളത്തിലോട്ട് കയറ്റിവിടും. അത്രേ അദ്ദേഹം അറിയത്തുള്ളൂ. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, പല ഭാഷകൾ ഞാൻ സംസാരിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഞാൻ അറിയാം എന്റെ ഭാഷ. പക്ഷെ ഞാൻ അത് വിട്ടെങ്കിലും അത് കഴിഞ്ഞിട്ട് ഒരു 30 വർഷം, അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അമേരിക്കയിലേക്ക് വരികയാണ്. 1990 ഞാൻ അമേരിക്കയിലെത്തുക. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ഒരു ദൈവദാസൻ, എനിക്കറിയാത്ത ഒരാളാണ്, ഒരു അമേരിക്കൻ പാസ്റ്ററാണ്, എന്നെക്കുറിച്ച് ആരോ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതി കൊടുത്തു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? ഈ ദേവദാസൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അദ്ദേഹത്തിന് എന്നോട് എൻ്റെ ഇമെയിൽ ആവശ്യപ്പെട്ടു. അദ്ദേഹം പറയുന്നു, എന്താണോ ഈ ദേവദാസൻ പറഞ്ഞത് അതിന്റെ മറ്റൊരു കാര്യം 2010 പറയുന്നു, 10 വർഷം കഴിയുമ്പോൾ ഇത് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ പോകണം. 10 വർഷം കഴിയുമ്പോൾ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ഇംഗ്ലീഷ് പറഞ്ഞു, ഇംഗ്ലീഷ് അറിയാവുന്ന ആള് ഇവിടെ ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിലെ പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ ഈ 2010 ഇത് വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇതെല്ലാം ഓർക്കുകയാണ്. അന്ന് 30 വർഷം പറഞ്ഞ കാര്യമാണ്. അപ്പൊ 2020 ആകുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, 10 വർഷം ഇനി സംഭവിക്കാൻ പോകുന്ന 10 വർഷക്കാലം, 10 വർഷം കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇതെല്ലാം തന്നെ ഈ ദേവദാസൻ പറയാണ്. അപ്പൊ ഞാനിങ്ങനെ വലിയ പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ 2010 തൊട്ട് എൻ്റെ ബിസിനസ് എല്ലാം പോകുന്നു, നിക്ഷേപങ്ങൾ നഷ്ടപ്പെടുന്നു, ഭയങ്കര തകർച്ച ഉണ്ടാകുന്നു, പല പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 2010, 11, 12 ഇങ്ങനെ 20 വരെ ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്താണോ ദേവദാസൻ പറഞ്ഞത് അതേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ 2019 ആയപ്പോൾ ഞാൻ വിചാരിച്ചു, 2020 ഇനി ഇത് പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ 2020 ആയിരിക്കും എൻ്റെ വർഷം. അപ്പൊ 2020 വിഷൻ എന്ന് പറഞ്ഞ് ഞാനൊക്കെ എഴുതി വെച്ചു, 2020 വിഷൻ 2020. അപ്പൊ വലിയ കാര്യമായിട്ട് ജനുവരി ആയി, ഫെബ്രുവരി ആയപ്പോൾ നമ്മുടെ ലോകത്ത് കാണാത്ത ദുരന്തം, കോവിഡ് മഹാമാരി വരികയാണ്. ഞാൻ വിചാരിച്ചു, ഇതെന്താണ് സംഭവിക്കുന്നത്? ഈ 10 വർഷം ഒന്നും അല്ലെങ്കിൽ മറ്റു പ്രശ്നമില്ലായിരുന്നു, ഇപ്പൊ ജോലിയും കൂടെ പോയി, പുറത്തിറങ്ങാൻ വയ്യ, സഞ്ചരിക്കാൻ വയ്യ, വീട്ടിൽ കുത്തിരിക്കണം, പാൻഡമിക്കാണ്, എന്താ പറയുന്നത്, ലോക്ക്ഡൗൺ ആണ്. അപ്പോ ഞാൻ ചോദിക്കുക ദൈവത്തോട്, ഇതെന്താ സംഭവം? അപ്പൊ 40 വർഷം പറഞ്ഞ കാര്യമുണ്ട്, 10 വർഷം മുമ്പ് അതേ കാര്യം ആവർത്തിച്ച് പറഞ്ഞ കാര്യമുണ്ട്. എന്നാൽ 2020 ആയപ്പോൾ ഉണ്ടല്ലോ, കോവിഡ് മൂലം ലോകം മുഴുവൻ അടഞ്ഞു കിടന്നപ്പോൾ അപ്പൊ ഞാനത് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തോട് എൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചു. ആ വിശ്വാസം ഞാൻ അവിടെ വ്യക്തമായ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഈ കോവിഡ് ആണെങ്കിലും ലോകം മുഴുവൻ അടഞ്ഞു കിടന്നാലും എല്ലാം തകർന്നാലും ജോലി ഇല്ലെങ്കിൽ വരുമാനം പോയാലും അങ്ങയുടെ വാക്കിന്റെ മുമ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് പറഞ്ഞ ഓരോ വചനങ്ങളും ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടി വഴികൾ തുറക്കുകയാണ്. 2020 എന്താണോ ആ ദേവദാസൻ 40 വർഷം പറഞ്ഞത്, ഈ 10 വർഷം പറഞ്ഞത് എന്താണോ, ഇതെല്ലാം നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 2020 മുതൽ ദൈവം അതെല്ലാം ഓപ്പൺ ചെയ്യുകയാണ്. ദൈവം വഴികൾ തുറന്നു, ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. അപ്പോ എന്താ നമ്മൾ ചെയ്തേ?
ദൈവത്തിന്റെ വാക്കുകൾ പറഞ്ഞ ആലോചനയെ നമ്മൾ സ്വീകരിക്കുകയാണ്. നമ്മൾ സ്വീകരിച്ചു. അബ്രഹാമിനെ സ്വീകരിക്കുന്ന സമയത്താണ് പിന്നെ സംഭവിച്ചു. അബ്രഹാം സ്വീകരിച്ചു. ആ വർഷം തന്നെ അദ്ദേഹത്തിന് ഒരു വർഷത്തിനകം മകനുണ്ടാകുകയാണ്. അടുത്ത വർഷം ആ സമയത്ത് അബ്രഹാം തന്റെ ഇസാക്കിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ കാണുന്നത്. ഒരു വർഷത്തിനകം, ആ 100-ാം വയസ്സിലും. അതാണ് വിശ്വാസം. വിശ്വാസം ഒരു ഭയങ്കര ശക്തിയാണ്, തീവ്രമായ ശക്തിയാണ്, നമ്മൾ അതിശയിപ്പിക്കുന്ന ശക്തിയാണ് വിശ്വാസം. നമ്മുടെ വിശ്വാസം നമ്മൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം നമ്മിൽ അത് പ്രവർത്തിച്ചാൽ, അത് ഏറ്റുപറഞ്ഞാൽ, ആ വിശ്വാസം ഏറ്റുപറഞ്ഞാൽ, നമ്മൾ ഏറ്റുപറയുന്നുണ്ടല്ലേ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. വിശ്വാസം ഏറ്റുപറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നത് അല്ലേ? ദൈവം നമ്മുടെ പിതാവാണെന്നും യേശു നമ്മുടെ കർത്താവാണെന്നും നമുക്ക് വേണ്ടി മരിച്ചെന്നും യേശുവിൽ നമ്മുടെ ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടും എന്നുള്ള വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെടുന്നത്. നമ്മൾ സ്നാനപ്പെടുന്നത് ഏറ്റുപറച്ചിലാണ്. നമ്മൾ അഭിഷേകം പരിശുദ്ധാത്മാവിനെ നമ്മൾ ലഭിക്കുന്ന വിശ്വസിക്കുമ്പോഴാണ് അല്ലേ? അതുപോലെ തന്നെ യേശു ഏറ്റവും കൂടുതൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല. എന്താണെന്ന് പറയുക, യേശുവിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ്? ശിഷ്യന്മാരെ കുറിച്ച് യേശു പ്രാർത്ഥിക്കുന്നത് എന്താണ്? ശിഷ്യന്മാരുടെ ഞാൻ പോയാൽ പിന്നെ അവരുടെ കാര്യം എങ്ങനെയാണെന്ന് യേശു അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചില്ല. അവരുടെ മുമ്പോട്ടുള്ള യാത്രയെ കുറിച്ച് പ്രാർത്ഥിച്ചില്ല. അവരെവിടെ താമസിക്കുന്നതെയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഞാനങ്ങ് പോവാണ്, ഇവരൊക്കെ ഇനി എന്ത് ചെയ്യും, അവർക്ക് വല്ല തൊഴിൽ കിട്ടുമോ, അവരുടെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഒരു പ്രാർത്ഥന യേശു നടത്തിയിട്ടില്ല. യേശുവിനെ അറിയാം കുറെ കഴിയുമ്പോൾ യേശു അവരെ വിട്ട് പോവുകയാണ്, അവർ തനിച്ചാകാൻ പോവുകയാണ്, ഇവരെല്ലാം തന്നെ തനിച്ചാകുകയാണ്. പക്ഷെ യേശു പ്രാർത്ഥിച്ച ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്കെല്ലാം അറിയാതെ. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരേ കാര്യം, ദൈവമേ ഇവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഉണ്ടോ? യേശുവിന്റെ ഒരേ ഒരു പ്രാർത്ഥന ശിഷ്യന്മാരെ കുറിച്ചുള്ളത് വിശ്വാസം വർദ്ധിപ്പിക്കും. കാരണം യേശുവിനെ അറിയാം, ഇവര് വിശ്വാസം വർദ്ധിച്ചാൽ ഇവർ അത്ഭുതങ്ങൾ കാണും, ദൈവത്തിന്റെ കരുതലുകൾക്ക് ഉണ്ടാകും, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇവർ സ്വീകരിക്കും. അപ്പൊ ആ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് യേശുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്നും നമ്മളെ കുറിച്ച് യേശു ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്ന വിശ്വാസം കൊണ്ടാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയത്തില്ല. അപ്പൊ വിശ്വാസമാണ് എല്ലാത്തിൻ്റെ ആധാരം. വിശ്വാസമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം. വിശ്വാസമാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുന്നതിന് നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. അതുമാത്രമല്ല, യേശുവിന്റെ എല്ലാ അത്ഭുതങ്ങൾക്ക് മുമ്പിലും അതിന് മുമ്പിൽ ഏത് സൗഖ്യം യേശു സൗഖ്യമാക്കിയ എല്ലാ സംഭവങ്ങളിലും എല്ലായിടത്തും ഒരുപോലെ യേശുവിന്റെ ഒരേ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ആ ചോദ്യം അറിയാമല്ലോ. എന്താണ് ആ ചോദ്യം? ഒരേ ഒരു ചോദ്യം യേശു ചോദിക്കുന്നത്, ഒറ്റ ചോദ്യം, നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലെ? എല്ലാ നിങ്ങൾ നോക്കിയ എല്ലാ അത്ഭുതങ്ങളും യേശു ചെയ്തപ്പോഴും എന്താണ് യേശുവിന്റെ ആദ്യത്തെ ചോദ്യം? നിങ്ങൾ വിശ്വസിക്കുന്നോ? നീ വിശ്വസിക്കുന്നുവെങ്കിൽ. അതാണ് ദൈവത്തിന്റെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക്, ദൈവത്തിന്റെ വിടുതലിന്, ദൈവത്തിന്റെ എല്ലാ 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 അത്ഭുതങ്ങൾക്കും മുമ്പിലും, ദൈവം ചെയ്യാൻ പോകുന്ന എല്ലാത്തിനും മുമ്പിലും ഒരേ ഒരു ചോദ്യം, നിങ്ങൾ വിശ്വസിക്കുന്നോ? നീ വിശ്വസിക്കുന്നെങ്കിൽ കിടക്കെടുത്ത് നടക്കാം, വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് കാഴ്ച ലഭിക്കും. അപ്പൊ ഇതാണ്. അപ്പൊ അബ്രഹാമിന്റെ ജീവിതം ഒരു വലിയ ഒരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് നിരാശ ഉണ്ടാകാം. ദൈവം എത്രയോ നാളായിട്ട് എന്നോട് എന്തെല്ലാം പറഞ്ഞു. നമ്മൾ ചിന്തിക്കാറില്ലേ, എന്നോട് ആ പ്രവാചകൻ പറഞ്ഞു, ഈ പ്രവാചകൻ പറഞ്ഞു, ദൈവം അങ്ങനെ സംസാരിച്ച് വർഷങ്ങളായി ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ വിശ്വാസം ആവർത്തിച്ച് നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ ആ വിശ്വാസം പ്രഖ്യാപിക്കുക. നിങ്ങളുടെ നാവുകൊണ്ട് തന്നെ നിങ്ങൾ പറയുക, ദൈവം എനിക്ക് ചെയ്യാൻ പോവാണ്, ദൈവം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്, എനിക്കിത് ദൈവം ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആവർത്തിച്ച് അത് പ്രഖ്യാപിക്കുക. അത് ദൈവം സാധിപ്പിക്കും. ഇപ്പൊ ദൈവം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് വിശ്വസിക്കുന്നത്. ഇപ്പം എന്നെ പോലെ ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട അല്ലെ? ഒരു മനുഷ്യൻ നിങ്ങളുടെ കാര്യം പറഞ്ഞു, അല്ലെ? ആൾക്കാർ നമ്മൾ എന്തെല്ലാം പ്രോമിസ് പറയും, എന്തെല്ലാം കാര്യം പറയും. ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കാൻ വേണ്ടി നിങ്ങളെ എൻകറേജ് ചെയ്യത്തില്ല. പക്ഷെ ദൈവമാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. ദൈവത്തിന്റെ ആലോചനയാണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ അവിശ്വസിക്കരുത്, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. അങ്ങനെ അബ്രഹാമിന്റെ ജീവിതത്തിനുണ്ടായി. ഇനി വേറെ എന്താണ് ഉദാഹരണം പറയും. ഞാൻ ഈ വേദാസ്ഥം മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരം ആൾക്കാരുടെ ചരിത്രമാണ് മുഴുവൻ ചരിത്രം. വിശ്വാസം കൊണ്ട് ജീവിച്ച, വിശ്വാസ വീരന്മാരുടെ ചരിത്രമാണ് വേദോസ്തം മുഴുവൻ. നമുക്ക് വേറെ സംഭവം അറിയാമല്ലോ. അതായത് രാജാക്കന്മാർ പുസ്തകത്തിൽ ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഏലിശ പ്രവാചകന്റെ ശിഷ്യനെ കുറിച്ച് നമ്മൾ അറിയാം അല്ലെ? ഏലിശ പ്രവാചകൻ നമ്മളെ കാണുന്ന ഒരു സംഭവമുണ്ട്. ഒരു ദിവസം അവർ നോക്കുമ്പോൾ, ഏലിശ ശിഷ്യൻ രാവിലെ എണ്ണിച്ച് നോക്കുകയാണ്, ദാസൻ എണ്ണിച്ച് നോക്കുമ്പോൾ അവർ കാണുന്ന അവരുടെ പാളയത്തിന് ചുറ്റും വലിയ സൈന്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഭയങ്കര സൈന്യമാണ്, രഥങ്ങളും കുതിരകളും ഒക്കെ ആയിട്ട് ഭയങ്കര സൈന്യം, സിറിയൻ സൈന്യമാണ്. അപ്പൊ സിറിയൻ സൈന്യം ഇസ്രായേലിന്റെ പാളയത്തിന് ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുകയാണ്. ഭയങ്കര ഭയപ്പെടുത്തുന്ന കാഴ്ചയാണ്. ദാസൻ കാണുകയാണ്. പെട്ടെന്ന് ദാസൻ ഓടിച്ചെന്ന്
ദേവദാസനോട് പറഞ്ഞു, യജമാനെ നമുക്ക് ചുറ്റും സൈന്യം പാളയം ഇറങ്ങിയിരിക്കുകയാണ്, നമ്മൾ ഏത് നിമിഷം കൊല്ലപ്പെടും. ചുറ്റും ഭയങ്കര സൈന്യത്തിന്റെ ശത്രുക്കളുടെ പാളയമാണ്. ഇവർ ചെറിയ ജനമാണ്, ഭയങ്കര പാളയമാണ്. ഭയങ്കര ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ഈ ദാസൻ ഓടിച്ചെന്ന് യജമാനോട് കാര്യം പറയാം. പക്ഷെ ഏലിശ അവിടെ വളരെ ഒരു മൈൻഡും ഇല്ലാതെ നിൽക്കുകയാണ്. പുള്ളി ഇത് സത്യത്തിൽ യജമാനൻ പേടിക്കണ്ടല്ലേ, പക്ഷെ പുള്ളി യാതൊരു ഭാവവും പുള്ളിക്ക് വ്യത്യാസം ഉണ്ടായില്ല. പുള്ളി ഒറ്റ കാര്യം പറഞ്ഞു, ഒറ്റ പ്രാർത്ഥന. അവിടെ എനിക്ക് ആ ഭാഗം അറിയാം. ദൈവമേ ഇവന്റെ കണ്ണ് തുറക്കണമേ. അതാ പുള്ളിയുടെ പ്രാർത്ഥന, കണ്ണ് തുറക്കണേ. ഇവൻ കണ്ണു തുറന്നുകൊണ്ടില്ലേ കണ്ടത്? ഇനി കണ്ണ് തുറക്കേണ്ട ആവശ്യമുണ്ട്. കണ്ണു തുറന്ന കാര്യം കണ്ട, അവനെ എന്നെ കുറ്റം പറയാൻ പറ്റും, അവൻ കണ്ട കാര്യമില്ല. പക്ഷെ ഏലീശ കാണുന്നൊരു കാഴ്ചയുണ്ട്. വിശ്വാസത്തിന് കണ്ണു തുറന്ന യജമാനൻ, പ്രവാചകൻ കാണുന്ന കാഴ്ച എന്താണ്? അതിവൻ കാണണം. ഇവനത് കാണുന്നില്ല. ഇവന്റെ കണ്ണ് തുറക്കാത്തടത്തോളം കാലം ഇവന്റെ വിശ്വാസം, ഇവന്റെ കാഴ്ച കൊണ്ട് ജീവിക്കുന്ന എന്റെ ദാസൻ കാഴ്ചപ്പാടിലേക്ക് വരണം, വിശ്വാസത്തിലേക്ക് വരണം. അപ്പോ ഏലീശ അവന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി, വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കാൻ വേണ്ടി ആണ് പ്രാർത്ഥിച്ചത്. അല്ലാതെ നമ്മുടെ ഫിസിക്കൽ കണ്ണ് തുറക്കാൻ വേണ്ടി, അത് കുറച്ച് തുറന്നിരിക്കുന്ന ആളാണ് അവൻ. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം അവന്റെ കണ്ണ് തുറന്നു. പിന്നെന്താ ദാസൻ കാണുന്നത്? അവൻ കാണുന്നത് ശരിയാണ്, ശത്രുക്കളുടെ പാളയം അവിടെ ഉണ്ട്, അവരെല്ലാം അവിടെ നിൽക്കുകയാണ്. പക്ഷെ അതിന് ഇടയ്ക്കായിട്ട് വേറെ സംഭവമുണ്ട്. ഇവർക്ക് ചുറ്റും ദൈവത്തിന്റെ സൈന്യ പാളയം ഇറങ്ങിയിരിക്കുന്നു. നോക്കണം, അത് നേരത്തെ ഉണ്ട് അവിടെ. ആദ്യം അന്നേരം ഇറങ്ങിയല്ല, ഇവൻ പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങിയതല്ല. ഏലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ല സൈന്യം വന്നു. അത് ഉണ്ട്, ഓൾറെഡി ഉണ്ട് അവിടെ. ദൈവത്തിന്റെ കാവൽ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വിശ്വാസമുള്ള ഏലീശയ്ക്ക് അത് കാണാൻ പറ്റി, വിശ്വാസമില്ലാതെ ദാസന് കാണാൻ പറ്റില്ല. അവന്റെ വിശ്വാസം വളരണമായിരുന്നു. അവന്റെ വിശ്വാസം കാഴ്ചയിൽ നിന്ന് അവൻ മാറി കാഴ്ചപ്പാടിലേക്ക് വരണം. എന്താണ് കാഴ്ചപ്പാട്? വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് വന്നപ്പോൾ അവൻ കാണുന്ന കാഴ്ച ആത്മീയമായ രഥങ്ങൾ. മറ്റവർക്ക് ആത്മീയമായ രഥങ്ങളൊന്നുമില്ല. ആത്മീയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് ദൈവത്തിന്റെ സൈന്യം, വാളയേന്തിയ ദൈവത്തിന്റെ സൈന്യം തന്റെ ജനത്തിന്റെ ചുറ്റും കപ്പാളയം അറിയും. ഇതാണ് ദൈവമക്കളെ നമ്മുടെ വിശ്വാസത്തിന്റെ കണ്ണു തുറന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചുറ്റപ്പെട്ട സന്ദർഭങ്ങളില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, പ്രതികൂലങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുക നിങ്ങളുടെ മുമ്പിൽ ശത്രുവിന്റെ വലിയ പാളയം നിങ്ങൾ ചുറ്റിറങ്ങാം, അല്ലെ? നിങ്ങൾക്ക് വലിയ പോരാട്ടങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിബന്ധം ഉണ്ടാകാം, നിങ്ങളെ ബന്ധനം ഉണ്ടാകാം. നിങ്ങൾ ആളുകളെ വിളിച്ച് തച്ചിൻ്റെ ഇത് പ്രാർത്ഥിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ആളെ കൂലിക്ക് വെച്ചിട്ട് എന്റെ ബന്ധനം അയക്കുക, അല്ലെ എന്റെ ഇതായിരിക്കുന്ന പറഞ്ഞ് കുറെ ആൾക്കാർക്ക് പണി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ ചെയ്തോ, അവർ വന്ന് നല്ല അറിയാം. പക്ഷെ ആദ്യം ചെയ്യാനൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കണ്ണം തുറന്നു മതി. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വിശ്വാസ കണ്ണ് തുറക്കുക. ആദ്യം വിശ്വാസമാണ്. നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് പണി കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് പൈസ ലാഭിക്കാം. ഞാൻ പറഞ്ഞു തരുന്ന വളരെ പണം ലാഭിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു. എന്താ അറിയോ? വിശ്വാസം നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനായി മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഔട്ട്സോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പ്രാർത്ഥിച്ചൂടെ? നിങ്ങളുടെ പിതാവല്ലേ പ്രാർത്ഥനയൊക്കെ ആയിരിക്കുന്നത്. നമ്മൾ പിതാവുമായിട്ടുള്ള ബന്ധമാണ്. നമ്മുടെ അപ്പനോട് പ്രാർത്ഥിക്കാൻ എനിക്ക് ഏജന്റ് ആവശ്യമുണ്ടോ? എന്റെ മോൻ ഇപ്പൊ എന്നോട് കാര്യം പറയാൻ വേണ്ടി അവന്റെ ആരെങ്കിലും ബ്രോക്കറെ കൊണ്ടിട്ട് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്റെ മോന് സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഞാൻ അവനെ സ്നേഹിക്കുന്നവനാണ്, എന്റെ മകനാണ്, അല്ലെ? നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. എത്ര വലിയ സ്നേഹം കൊടുത്താൽ നമ്മൾ ദൈവം മക്കളാക്കിയിരിക്കുന്നത്. അപ്പൊ ആ വലിയ സ്നേഹം കൊടുത്ത് മക്കളാക്കിയിരുന്നപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ദൈവത്തോട് നേരിട്ടും നമ്മുടെ കാര്യം പറഞ്ഞുകൂടാ? അപ്പൊ അതിന് വിശ്വാസം വേണം. വിശ്വാസം കൂടാതെ അപ്പനെ അടുത്ത് എല്ലാം പറ്റത്തില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പനെ അടുത്ത് പോയിട്ട് കാര്യമുള്ളൂ. ആദ്യത്തെ ഡിമാൻഡ് വിശ്വാസമാണ്. അപ്പോ ഏലീശദാസൻ കാണുന്ന കാഴ്ച ദൈവത്തിന്റെ പരിപാലനം, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, നിങ്ങളുടെ സഭാ ജീവിതത്തിൽ എല്ലാം ഇതുപോലെ ശത്രുവിന്റെ വലിയ ചുറ്റൽ കാണാം, ശത്രുവിന്റെ വലിയ പാളയം കണ്ടെന്ന് വരാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ വിശ്വാസ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന കാര്യം എന്താണ്? ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പരിപാലനം, ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കരുതൽ. ഇവരെ പ്രാർത്ഥിച്ചിട്ടല്ല, ഇവരാരും പ്രാർത്ഥിച്ചോ? ഏതെങ്കിലും ഇസ്രായേൽ പ്രാർത്ഥിച്ചോ? അവിടെ പ്രവാചകൻ ദൈവമേ ഞങ്ങളുടെ എതിരായിട്ട് ശത്രുക്കൾ വരാൻ പോവാം, ഞങ്ങൾക്ക് സഹായം വരണേ, ഞങ്ങൾക്ക് ചുറ്റും പാളയം ഇറങ്ങുന്ന ആരും പ്രാർത്ഥിച്ചില്ല. പക്ഷെ ദൈവത്തിന്റെ പരിപാലനം ഉണ്ട്. കാരണം അത് കൃത്യമായ ദൈവം അത് ആക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. മനസ്സിലായില്ല? അപ്പൊ ആ ദൈവത്തിന്റെ പരിപാലനം നിങ്ങൾ കാണണമെങ്കിൽ ആ വിശ്വാസത്തിന് കണ്ണ് തുറന്നേ പറ്റൂ. ആ കണ്ണ് തുറന്നാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ഇന്നു മുതൽ നിങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണ് തുറക്കട്ടെ. നമ്മുടെ കാഴ്ച മാറി വിശ്വാസം കൊണ്ട് നടക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാഴ്ചയിൽ നിന്നും വിശ്വാസത്തിലേക്ക് നമ്മൾ നയിക്കാൻ ഇന്നത്തെ നമ്മുടെ ഈ കൂട്ടായ്മ, നമ്മുടെ ഇന്നത്തെ ഈ വചന ധ്യാനം ഇടയാട്ടെ ഞാൻ പ്രാർത്ഥിക്കാം. ഒരു ഭാഗം കൂടെ ഞാൻ പറയാം. ഇനി കാണാൻ നമുക്ക് പുതിയ നിയമത്തിൽ ഒരു കാര്യം എടുത്താൽ എന്താണ്? അവിടെ എരിയോവിന്റെ പടിവാതിൽ ഭിക്ഷ ചോദിക്കുന്ന ഒരാളുണ്ട്. ഭിക്ഷ ചോദിക്കുന്ന ആളുടെ പേരെന്താണ്? ബർത്തുലമായി.
അല്ലെ? ബർത്തലോമായി എന്ന് പറയുന്ന ഒരു കുരുടൻ അവിടെ ഇരിക്കുകയാണ് വർഷങ്ങളായി. എത്രയോ വർഷമായി കാണും. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ബേഗറാണ് ആ സിറ്റിയിലെ. ഏറ്റവും എല്ലാവർക്കും അയാളെ അറിയാം. അറിയാത്ത ആരുമില്ല. എല്ലാവരും വഴിപോകുന്നവരൊക്കെ അയാളെ കണ്ട് പരിഹസിക്കുന്നു, പുച്ഛിക്കുന്നു, സഹതാപപ്പെടുന്നു. അയാൾക്ക് യാതൊരു ഭാവിയില്ല. കാരണം ബെഗർ എന്ന് പറഞ്ഞാൽ കുറെ വർഷം കഴിഞ്ഞിട്ട് അത് നന്നായിട്ടില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ബെഗ് ചെയ്യുകയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ട്രഡീഷണൽ ആയിട്ട് ബെഗറാണ്. ഒരു ജനറേഷൻസ് ആയിട്ടായിരിക്കും, ഒരു പക്ഷെ നമുക്കറിയില്ല. അപ്പോൾ പണ്ട് നാട്ടില് ഞാൻ കേട്ടിട്ടുണ്ട് ഭിക്ഷക്കാരുടെ ഒരു മീറ്റിംഗ് നടന്ന് കേട്ടിട്ടുണ്ട്. ഈ ഭിക്ഷാടനം ചെയ്യുന്നവർ മീറ്റിംഗ് നടന്നപ്പോൾ ഒരാൾ പറഞ്ഞെന്ന്, നമ്മുടെ വല്യപ്പനും നമ്മുടെ അപ്പനും വല്യപ്പനും ഒക്കെ ഈ പണി ചെയ്തില്ലാതെ നമ്മൾ എന്ത് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ ചോദിച്ചെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവരുടെ പാരമ്പര്യത്തിലാണ് അവർ പറയുന്നത്. കാരണം അപ്പനും വല്യപ്പനും തൊട്ട് ഭിക്ഷാടനം ചെയ്യുകയാണ്. അപ്പൊ അവർ തുടരുകയാണ് എന്ന് പറഞ്ഞ പോലെ ഈ കുരുടൻ അവിടെ ഭിക്ഷാടനം ചെയ്യുന്നതാണ്. നമുക്കറിയില്ല എത്ര വർഷമായിരുന്നു. പക്ഷെ സമൂഹം മുഴുവൻ അവനെ തള്ളിക്കളഞ്ഞു. ഒരു പ്രതീക്ഷയില്ല. പക്ഷെ എല്ലാവരും പരിഹസിക്കുകയാണ്. എല്ലാവരും അവനെ, ഒരു പ്രതീക്ഷയില്ല, ഒരു സാധ്യതയില്ല ഇവനൊരു എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ആർക്കും പ്രതീക്ഷയില്ല. പക്ഷെ അന്ധനായ ബർത്തലോമായി അവൻ സെറ്റിൽ ചെയ്തില്ല. അവനൊരിക്കലും ഈ ആളുകൾ പറഞ്ഞു കേട്ടിട്ട് അവന്റെ ഉള്ളിൽ ക്ഷീണം ഉണ്ടായില്ല, നിരുത്സാഹം ഉണ്ടായില്ല. അവന്റെ ഉള്ളിൽ തകർന്നില്ല. അവന്റെ മനസ്സ് പിന്നെ ശക്തമായി നിന്നു. അതുകൊണ്ടല്ലേ അവൻ ഒരു ദിവസം ഒരു കേൾവി കേൾക്കുന്നു. യേശു എന്ന് പറഞ്ഞ ഒരാൾ അതുവഴി വരുന്ന ഒരു കേൾവി അവൻ കേൾക്കാണ്. യേശു എന്ന് പറയുന്നത്. അപ്പൊ അവൻ കേട്ടിട്ടുണ്ട്. അന്ധനാണെങ്കിലും ആ സിറ്റിയിൽ ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട് യേശു ആരെയൊക്കെ സൗഖ്യമാക്കി എന്നുള്ള ഒരു കേൾവി അവൻ കേട്ടിട്ടുണ്ട്. അത് അവന്റെ ഉള്ളിലുണ്ട്. ആ ഒരു കേൾവി അവന്റെ ഉള്ളിലുണ്ട്. അപ്പൊ യേശു എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി, ആരോ പണ്ട് പറഞ്ഞല്ലോ, ഇവിടെ കണ്ട് കേട്ടല്ലോ, യേശു എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. ആ യേശു ആയിരിക്കാം. ആ യേശു ആണെങ്കിൽ, ആ യേശു ആണ് വരുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് കാഴ്ച ലഭിക്കുമെന്ന് ആ അന്ധനായ ബർത്തലോമായുടെ ഉള്ളിലുള്ള വിശ്വാസത്തിന്റെ കണ്ണു തുറന്നു. അതാണ് കാഴ്ചപ്പാട്. കാഴ്ച എന്താണ്? അന്ധനാണ്, യാതൊരു സാധ്യതയില്ല, സമൂഹം തള്ളിക്കളഞ്ഞവനാണ്, അവൻ അവസാനിച്ചവനാണ് അവന്റെ ജീവിതം. പക്ഷേ ആ അന്ധനായ ബർത്തലോമായുടെ മനസ്സിൽ, അവന്റെ ഉള്ളിൽ തുറന്ന വിശ്വാസത്തിന്റെ കണ്ണ് എന്താണ് ആ കണ്ണ് കണ്ടത്? യേശു അതുവഴിയായി വരുന്നു. ആ യേശുവിന്റെ ഒരു വാക്കിന് എനിക്ക് സൗഖ്യം തരും, എന്റെ കാഴ്ച ലഭിക്കും. യേശു അവിടെ വരുന്നു. ബർത്തലോമ യേശുവിനോട് പറയുന്നു. യേശുവിന് അത്ഭുതപ്പെട്ടു. യഹൂദന്മാർക്ക് പോലും ഇല്ലാത്തൊരു വിശ്വാസം. ഈ ജാതീയനായ ഒരു മനുഷ്യന്, ഈ അന്ധൻ എന്നെ കണ്ടിട്ടില്ല, അവൻ എന്നെക്കുറിച്ച് ഒറ്റ കേൾവി, ഏതോ ഒരു കേൾവിയിലാണ്. പക്ഷെ അവന്റെ ഉള്ളിലുള്ള വിശ്വാസം കണ്ട് യേശു പോലും അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് യേശു കമന്റ് ചെയ്യുന്നുണ്ട്. അവനെക്കുറിച്ചുള്ള വിശ്വാസം യേശുവിന് സൗഖ്യം കൊടുത്തു. എത്രയോ പേര് ഇപ്പൊ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയാണ്. എത്രയോ വർഷമായി അവള് സമ്പാദ്യം മുഴുവൻ ഡോക്ടർമാർക്ക് കൊടുത്തു. പക്ഷെ രക്തസ്രാവക്കാരി ആയതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ അവർക്ക് വിലക്കുകളുണ്ട്. അവർക്ക് യേശുവിന്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. അവള് താമസിക്കേണ്ടത്, ഇത്രയും ആളുകൾ താമസിക്കേണ്ട പ്രത്യേക സ്ഥലമുണ്ട്. അവർക്ക് ഇങ്ങനെ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് പബ്ലിക്കിൽ വരാനോ മീറ്റിംഗ് പങ്കെടുക്കാനോ യേശുവിനെ പോലുള്ള ആൾക്കാർ തിരിക്കാനോ ഒന്നും അവർക്ക് അനുവാദമില്ല. പക്ഷെ അവൾ ആ വിലക്കുകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട്, അതിലംഘിച്ചുകൊണ്ട്, ആ സമൂഹം വെച്ച വിലക്കുകളെ, ശിഷ്യന്മാര് വെച്ച തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അവൾ എന്ത് പാടുപെട്ടാണ്. അവിടെ വിശ്വാസം എന്താണ്? യേശുവിനെ എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് യേശുവിന്റെ കൈ എൻ്റെ തലയിൽ വെക്കാൻ അനുവാദമില്ല. പക്ഷെ എങ്കിലും യേശുവിലുള്ള വലിയ ശക്തി, സൗഖ്യദായക ശക്തി, ഞാൻ ആ യേശുവിന്റെ തൊങ്ങലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ, അവന്റെ തൊങ്ങൽ തൊടാൻ കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം വരും. അതാ വിശ്വാസം. അവിടെ വിശ്വാസത്തിന്റെ ആ തീവ്രമായ വിശ്വാസത്തിൽ അവൾ പോയ സാഹസികമായ ഒരു യാത്രയാണ്, അല്ലെ? അവിടെ യേശുവിന്റെ അടുത്ത് ആ തൊങ്ങൽ തൊട്ടു, അവർക്ക് സൗഖ്യം ലഭിച്ചു. ഇതാണ് വിശ്വാസം. നമ്മുടെ ഉള്ളിൽ ഈ വിശ്വാസം വലിയൊരു ശക്തിയായിട്ട് വളർന്നു വരണം, വലിയൊരു ശക്തിയാകണം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്ന കാര്യം എന്താണ്? യേശു ഇന്നും ഇന്നലെയും എന്നും അനന്യനാണ്. യേശുവിന് മാറ്റം വന്നിട്ടില്ല. യേശുവിന്റെ ശക്തിക്ക് മാറ്റം വന്നിട്ടില്ല. മാറ്റം വന്നത് നമ്മുടെ വിശ്വാസത്തിനാണ്. മാറ്റം വന്ന ദൈവമക്കൾക്കാണ്. വിശ്വാസം നിങ്ങൾ എന്ന് പ്രവർത്തിക്കുന്നോ അന്ന് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ദൈവം പറഞ്ഞ ആലോചനകൾ എത്ര വർഷം കഴിഞ്ഞാലും സംഭവിക്കാതെ. ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന പ്ലാനും പദ്ധതിയും, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഇല്ലെങ്കിൽ അത് സംഭവിക്കില്ല. ദൈവം കാത്തിരിക്കും. നിങ്ങൾ എന്ന് വിശ്വാസത്തിന്റെ ആ ലെവലെത്തുന്നോ അതുവരെ നിങ്ങളിലുള്ള ശുശ്രൂഷ, നിങ്ങളിലുള്ള പ്ലാനുകൾ, പദ്ധതികൾ ദൈവം പെൻഡിങ് വെച്ചിരിക്കും. അത് സ്റ്റക്കായിരിക്കും അവിടെ. നിങ്ങൾ ചിന്തിക്കല്ല, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മിനിസ്ട്രി അങ്ങ് അനുഗ്രഹിക്കപ്പെടും. നോ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ദൈവം ഉയർത്തുന്നത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. നിങ്ങളുടെ മിനിസ്ട്രി ദൈവം ഉയരപ്പെടുന്നത് നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ്. നിങ്ങൾക്കുണ്ടാകുന്ന രോഗസൗഖ്യങ്ങൾ, ഇപ്പം ലോകം മുഴുവൻ നിങ്ങൾക്ക് വിധി എഴുതുകയാണ്.
വൈദ്യശാസ്ത്രം പറയുന്നത് നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകില്ല, ഈ രോഗം സൗഖ്യമാകില്ല, നിങ്ങൾ മരിക്കും. എത്രയോ പേരെ എനിക്കറിയാം, എത്രയോ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ 6 മാസം 1 വർഷം വരെ ആയുസ് കൊടുത്ത എത്രയോ രോഗികൾ അവർ പറയുന്നു, ഇല്ല ഞാൻ മരിക്കത്തില്ല, യേശുവിന് ആ വിശ്വാസം പ്രഖ്യാപിച്ച് വീണ്ടും ജീവിച്ച മരിക്കാത്ത എത്രയോ രോഗികളെ എനിക്കറിയാം, എത്രയോ രോഗികളെ എനിക്കറിയാം. അപ്പൊ അതാണ് വിശ്വാസം. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ചിന്ത അവസാനിപ്പിക്കാം. അതായത് ഇപ്പൊ ഇതൊക്കെ നമ്മൾ യേശുവിനുള്ള വിശ്വാസം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു ഭാഗം, യേശുവിന്റെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് പല ആളുകളും കർത്താവിന് വേല ചെയ്യുന്നവരാണ്. ഇപ്പം തന്നെ ഈ ബ്രദർ ഡെന്നിയും സിജി ഡെന്നിയും അവരൊക്കെ ഒത്തിരി മിനിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വളരെയധികം പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ എല്ലാം ഒരു കാഴ്ചപ്പാട് എന്താണ്? കർത്താവിന് വേലയെക്കുറിച്ചൊരു കാഴ്ചപ്പാട് എന്താണ്? സുവിശേഷീകരണം. നമ്മൾ യേശുവിനെ എങ്ങനെ ആളുകൾക്ക് കൊടുക്കുന്നു, നമ്മൾ യേശുവിനെ എങ്ങനെ ആളുകൾക്ക് പരിചയപ്പെടുത്തുന്നു. നമുക്കറിയാമല്ലോ, നമ്മൾ ശമരിയായി വെച്ച് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. അതാണ് ഇപ്പം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ശമരിയായി വെച്ച് യേശു പറഞ്ഞ ഒരു പ്രസിദ്ധമായ ഒരു വാക്ക്, അത് യോഹന്നാന്റെ സുവിശേഷം 4:35 ആ വാക്യം. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ തലപൊക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ നിലങ്ങൾ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു. ഇതെവിടെ യേശു പറയുന്നത്? ശമരിയ വെച്ചാണ്. എന്താണ് ശമരിയ? ശമരിയ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്ഥലമാണ്, യേശുവിനെ സ്വീകരിക്കാത്ത സ്ഥലമാണ്. അവർ യേശുവിനെ സ്വീകരിച്ചില്ല, അവിടെ യേശുവിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, യേശുവിനെ സ്വീകരിക്കുന്നത് മാത്രമല്ല, ശിഷ്യന്മാർക്ക് അവരോട് താല്പര്യമില്ല. കാരണം യൂദന്മാരാണ് ശിഷ്യന്മാർ. അവര് ശമരിയക്കാരോട് ഒരു ബന്ധവുമില്ല, അവരോട് യാതൊരു വിധത്തില്ല. അവര് വിലക്കപ്പെട്ടവരാണ്, അൺടച്ചബിൾ പീപ്പിളാണ്. അവരോട് യാതൊരു സോഷ്യൽ ഡിസ്റ്റൻസ് ഉള്ളവരാണ്, അവരോട് ഒരു ബന്ധങ്ങളും ഇവർക്കില്ല. ശമരിയക്കാർ അങ്ങനെ വെറുക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമാണ് ശമരിയക്കാർ. അവിടെ നിന്നുകൊണ്ട് യേശു പറയാണ്, ഇത് കൊയ്ത്തിന് കൊടുത്തിരിക്കുന്ന വയലാണ്. ആലോചിച്ച് നോക്കിയേ, അവരോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത ശിഷ്യന്മാരെ മുമ്പ് വെച്ചാ പറയുന്നത്. നോക്കണം, അവിടെ യേശുവിനെ അവർ സ്വീകരിക്കുന്നില്ല. അത് മാത്രമല്ല, യേശുവിനോട് അവർക്ക് എതിർപ്പാണ് ശമരിയക്കാർക്ക്, ശമരിയക്കാരോട് ശിഷ്യന്മാർക്ക് എതിർപ്പാണ്. ചുരുക്കം പറഞ്ഞാൽ അവിടെ ഒരു പരിപാടി നടക്കത്തില്ല, അല്ലെ? ഒരു തരത്തിലും വേല നടക്കാത്ത, ഒരു സുവിശേഷത്തിന് ഒരിക്കലും സാധ്യമില്ലാത്ത വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ശമരിയ. എന്നാൽ അവിടെ വെച്ച് യേശു എന്താ പറയുന്നത്? നിങ്ങൾ തലപൊക്കി നോക്കിയേ, ഇപ്പോൾ തന്നെ ഈ നിലം കൊയ്ത്തിന് വെളുത്തിരിക്കുകയാണ്. വലിയ കൊയ്ത്താണ് യേശു കാണുന്നത്. യേശു കാണുന്ന വലിയ കൊയ്ത്താണ്. അതാണ് കാഴ്ചപ്പാട്. കാഴ്ച എന്താണ്? ശമരിയ വളരെയധികം തടസ്സമുള്ള സ്ഥലമാണ്. ഇപ്പൊ ഇന്ത്യ, നമ്മളെന്താ നോക്കുന്നത്? ഇന്ത്യയെക്കുറിച്ച് എന്താ നോക്കുന്നത്? ഭയങ്കര മതപീഡനമാണ്, ക്രിസ്തീയ പീഡനമാണ്, സുവിശേഷ വിരോധ ശക്തികൾ എഴുന്നേറ്റിട്ടുണ്ട്, പല മതശക്തികൾ നമുക്കെതിരായിട്ടുണ്ട്, നമുക്കെതിരെ നിയമങ്ങൾ വന്നിരിക്കുന്നു, മതപരിവർത്തന ബില്ല് വന്നിരിക്കുന്നു, അറസ്റ്റുകൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകളെ ജയിലടയ്ക്കുന്നു, അല്ലെ? ധാരാളം ക്രിസ്തീയ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു ഇന്ത്യയിൽ. നമ്മൾ നോക്കുന്ന ശമരിയെ പോലെയാണ്, തടസ്സമാണ്. ഇന്ത്യ വർക്ക് നടക്കത്തില്ല, നമുക്ക് തടസ്സങ്ങളാണ്, പ്രതികൂലങ്ങളാണ്, ഭയപ്പാടാണ് ആൾക്കാർ. പക്ഷെ യേശു എന്താ പറയുന്നത്? ശമരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞ യേശു പറയും, ഇന്ത്യ എന്ന് പറയുന്നത് കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന വയലാണ്. അതാ വിശ്വാസം. നമ്മൾ തടസ്സങ്ങൾ നോക്കിക്കൊണ്ട് നമ്മൾ അതിനെ സെറ്റിൽ ചെയ്യുന്നുള്ളതല്ല, അവിടെ നമ്മൾ ഭയപ്പെട്ട് മാറുക എന്നുള്ളതല്ല, പിന്തിരിയുക എന്നുള്ളതല്ല. നമ്മൾ നോക്കേണ്ടത് എന്താണ്? കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന വയലാണെന്ന് യേശു പറഞ്ഞാൽ നമ്മൾ ആ വയൽ കൊയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നാട്ടിലെ അറിയാമല്ലോ, ഇപ്പൊ കൊയ്ത്തിന് വെളുത്തിരിക്കുന്ന വയല് കൊയ്യായിരുന്ന എന്ത് ചെയ്യും? വേറെ ആൾക്കാർ കയറി കൊയ്യും, അല്ലെ? നമ്മൾ കൊയ്തില്ലെങ്കിൽ മറ്റുള്ളവർ കൊയ്യും. നമ്മളെ കൊയ്യേണ്ട വയലാണ് ധാരാളം ആൾക്കാർ കൊയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ മറ്റ് മതശക്തികൾ, വർഗീയ ശക്തികൾ, മറ്റ് കമ്മ്യൂണിസ്റ്റ് മതക്കാര്, നിരീശ്വരവാദികള് എല്ലാം ഈ നമ്മുടെ വയൽ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കൊയ്യേണ്ട വയൽ നമ്മൾ കൊയ്തില്ലെങ്കിൽ മറ്റുള്ള ശക്തികൾ ആ വയൽ കൊയ്യും. കാരണം കൊയ്ത്തിന് വെളുത്ത് കിടക്കുന്ന വയലിനെ നമുക്ക് ഗമനിക്കാൻ പറ്റും. അപ്പൊ ആ ശമരിയൻ വെച്ച് യേശു കാണുന്ന കാഴ്ച എന്താണ്? ശിഷ്യന്മാർ കാണിക്കുകയാണ്. അപ്പൊ തലപൊക്കി നോക്കണം, തല താത്തു നോക്കിയാൽ നമ്മൾ ഭൂമിയിലുള്ള കാണത്തുള്ളൂ. തലപൊക്കി നോക്കുമ്പോഴാണ് ദൈവം വെച്ചിരിക്കുന്ന വലിയ ദർശനം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തലപൊക്കി നോക്കണം. എപ്പോഴും ബൈബിളിനകത്ത് കാണുന്നുണ്ട് പല സ്ഥലത്ത് തലപൊക്കി നോക്കി എന്നുള്ളതാണ്, അല്ലെ? തലപൊക്കി നോക്കിയപ്പോൾ അബ്രഹാം തനിക്ക് വേണ്ടി കരുതിയിരുന്ന ആട്ടിൻകുട്ടിയെ കണ്ടത്, അല്ലെ? തലപൊക്കി നോക്കിയപ്പോൾ അല്ലെ കാണില്ലത്. അപ്പം കണ്ടു ആട്ടിൻകുട്ടി തനിക്ക് മകന് പകരമായിട്ട് ദൈവത്തിന്റെ കരുതൽ കണ്ടു. അവിടെ ആട്ടിൻകുട്ടി കുനി കിടക്കുന്നു. തലപൊക്കി നോക്കിയപ്പോഴാണ് പല കാര്യങ്ങളും പലരും കണ്ടത് ബൈബിളിനകത്ത്. നിങ്ങൾ പോയി റെഫറൻസ് എടുത്ത് നോക്കൂ. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കാൻ നമ്മൾ തലപൊക്കി നോക്കണം. നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും നമ്മൾ കർത്താവിന്റെ വേലയിലാണെങ്കിൽ തലപൊക്കി നോക്കി. നിങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന വലിയ കൊയ്ത്തുണ്ട്, അവിടെ കൊയ്ത്തിന് കൊടുത്തിരിക്കുന്ന വയലുണ്ട്. ആ ശിഷ്യന്മാര് അത് വിശ്വസിച്ച്, കർത്താവ് പറഞ്ഞ ആ കാര്യം വിശ്വസിച്ച് ഫിലിപ്പോസ് അവിടെ പോയി.
പിന്നെ നമ്മൾ കാണുന്ന ഫിലിപ്പോസ് അവിടെ ചെന്ന് സംഭവിച്ചെന്താണ്? ശമര്യയിൽ വലിയ ഉണർവുണ്ടായി. ശമര്യ മുഴുവൻ യേശുവിനെ സ്വീകരിച്ചു. നോക്കണേ, ആ ശമര്യയിലാണ് ദൈവത്തിന് വലിയ ഉണർവുണ്ടായത്. ഫിലിപ്പോസ് അവിടെ ചെന്നു, അവിടെ സുവിശേഷം അറിയിച്ചു. ശമര്യ പട്ടണം ഭയങ്കരമായിട്ട് ദൈവത്തിലേക്ക് വന്നു, ഉണർവുണ്ടായി, അവർ യേശുവിനെ സ്വീകരിച്ചു. അവിടെ നിന്നാണ്, അത്ര വലിയ ഉണർവിന്റെ ഇടയ്ക്ക് നിന്നാണ്, ശമര്യയിൽ നിന്നാണ് ഫിലിപ്പോസിന് ദൈവം ഒരു എയർലിഫ്റ്റ് കൊടുക്കുന്നത്. എങ്ങോട്ടാ? ഗാസയ്ക്കുള്ള ആ ഷണ്ണനെ സംസാരിക്കാൻ വേണ്ടി എത്യോപ്യക്കാരൻ ഷണ്ണന്റെ അടുത്തോട്ട് കൊണ്ടുവന്ന് എവിടുന്ന? ശമര്യയിൽ നിന്നാണ്. ഭയങ്കര ക്രൂസൈഡ് നടക്കുന്നതാണ്. പിന്നെ ഫിലിപ്പോസിന് കൊടുക്കുന്ന എയർലിഫ്റ്റ് ആണ് കൊടുക്കുക. അപ്പൊ ഇതാണ് വിശ്വാസം. വിശ്വാസം നമ്മളുടെ സാഹചര്യങ്ങളെല്ലാം നമ്മൾ നോക്കണ്ടേ. ഇപ്പൊ നിങ്ങൾ കർത്താവിന് വേല ചെയ്യുന്നവരാണെങ്കിൽ, സുവിശേഷം അറിയിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള കാഴ്ചയല്ല നിങ്ങളുടെ ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് ദൈവം എന്താ ചെയ്യാൻ പോകുന്നുള്ളതാണ്. ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്, അതാണ് കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് വിശ്വാസം, അല്ലെ? ഇപ്പൊ നിങ്ങൾ എന്താ, അത് മാത്രമല്ല, നിങ്ങളിപ്പോ എന്തായിരിക്കും എന്നുള്ളതല്ല നിങ്ങളുടെ കാഴ്ച. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഞാനൊന്നും ആയിട്ടില്ല, ഞാൻ കർത്താവിന്റെ വേലയിലൊന്നും ആയിട്ടില്ല, അല്ല എനിക്ക് കിട്ടിയ അഭിഷേകം ഒന്നും ഇതുവരെ തുറന്നു വന്നിട്ടില്ല, അത് ഇതുവരെ വെളിപ്പാട് വന്നിട്ടില്ല, അല്ല എനിക്കിതുവരെ അവസരങ്ങൾ കിട്ടിയിട്ടില്ല, ഞാൻ ഇതുവരെ ഒരു ശുശ്രൂഷയിലേക്ക് ഉയർന്നു വന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ കാണുന്ന ആൾക്കാരുണ്ട്, അല്ലെ? ഞാൻ വളരെ താഴ്ന്നു നിൽക്കുകയാണ്. അങ്ങനെ സെറ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്തിട്ടോ എന്നെ കൊണ്ട് പറ്റില്ല, ഇതുവരെ ആയിരിക്കും ദൈവത്തിനെ കുറിച്ച് വെച്ചിരിക്കുന്ന അളവ് ഇതായിരിക്കും, അല്ല ഇതിന്റെ അപ്പുറത്തോട്ട് എനിക്കൊരു സാധ്യതയില്ല എന്ന് നിങ്ങൾ വ്യക്തി ജീവിതത്തിലും നിങ്ങളുടെ ആരോഗ്യ രംഗത്തും സാമ്പത്തിക രംഗത്തും ആത്മീക രംഗത്തും ശിശു രംഗത്തും ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് ദൈവം പറയുന്ന കാര്യമാണ്, തലമുക്കി നോക്കുക. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങളായിരിക്കുന്നത്, നിങ്ങൾ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവം ഒരു അഭിഷേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നെങ്കിൽ, ഇപ്പൊ നിങ്ങളായിരിക്കുന്ന അല്ല നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു, അല്ലെ? അഭിഷേകം ചെയ്യുമ്പോൾ അവൻ ആട്ടിടയനാണ്, അല്ലെ? എല്ലാവരും ചിന്തിച്ചു കാണും, ഇവൻ എന്തിനാ അഭിഷേകം ചെയ്തത്, ഇവൻ ആട്ടിടയനല്ലേ, ഇവനെങ്ങനെ ഇസ്രായേൽ രാജാവാണെങ്ങനെ? രാജാവ് ശൗലിരിക്കുകയാണ് അവിടെ. പക്ഷെ ഈ ദൈവം നോക്കുമ്പം അവൻ ഇസ്രായേൽ രാജാവ്, അല്ലെ? അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം നോക്കും, ദൈവത്തിന്റെ മുമ്പിൽ അവൻ രാജാവാണ്. നമ്മൾ നോക്കുമ്പോൾ എന്താ? ആട്ടിടയൻ, സാധാരണ ആട്ടിടയൻ, ഒരു പയ്യൻ. ഇതാണ് ദൈവവും മനുഷ്യനും നമ്മൾ വ്യത്യാസം. ദൈവം നോക്കുമ്പം നമ്മളെ ദൈവം വെച്ചിരിക്കുന്ന നമ്മളിപ്പോ എന്താണെന്നല്ല ദൈവം നോക്കുന്നത്, ഇപ്പൊ നമ്മൾ ആരാന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കും നമ്മൾ ആരാകാൻ പോകുന്നു, ദൈവം നമ്മളെ ആരാക്കാൻ പോകുന്നു. അതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇപ്പോഴുള്ള താൽക്കാലികമാണ്. നിങ്ങളൊരു പ്രയാണത്തിന്റെ തുടക്കമാണ്. ഒരു അഭിഷേകം എന്ന് പറയുന്നത് ആരംഭം മാത്രമാണ്, അവസാനമല്ല. അവസാനം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ എവിടെ ആക്കാൻ പോകുന്നു, അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അവിടേക്കാണ് ദൈവം നിങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ ആരാകാൻ പോകുന്നു, അത് കാണുന്നതാണ് വിശ്വാസം. നിങ്ങളുടെ കാഴ്ചപ്പാട് ദൈവം നിങ്ങളെ ആരാക്കാൻ പോകുന്നത് കാണുന്നതായിരിക്കട്ടെ, അല്ല ഇപ്പൊ നിങ്ങൾ ആരാന്നുള്ള കാണുന്നതല്ല, ആരാകാൻ പോകുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് വലിയ ശക്തിയായി പരിണമിച്ച് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച് ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന വലിയ ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന പ്ലാനുകളും പദ്ധതികളും ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആലോചനകളും നിവൃത്തിയാകാൻ തൊക്കണം. നിങ്ങളുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ. യേശു ആഗ്രഹിക്കുക നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാനാണ്. യേശുവിന്റെ പ്രാർത്ഥന നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനാണ്. ഇന്ന് നമുക്കെല്ലാം ഉള്ള പ്രാർത്ഥന എന്തായിരിക്കണം? ദൈവമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഇതിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ, അവിടുത്തെ അത്ഭുതങ്ങൾ കാണാൻ തക്കോണം, അവിടുത്തെ കരുതൽ കാണാൻ തക്കോണം, അവിടുത്തെ അരുളപ്പാട് ലഭിക്കാൻ തക്കോണം, അവിടുത്തെ വിശ്വസൂചിയിലേക്ക് നയിക്കപ്പെടുവാൻ തക്കോണം. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആര് തയ്യാറാകുന്നു, ദൈവം നിങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളെ ദൈവം നിങ്ങളെ എവിടെയാണോ നിങ്ങളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്, എന്താണോ ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിലേക്ക് കടന്നു വരാൻ തക്കോണം നിങ്ങൾക്കിടയെ തീരും. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം നിങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അവിടെ നിങ്ങളുടെ വൈകിയ സമയമാണ്, ഞാനിവിടെ എൻ്റെ ജോലി സമയമാണ്, തിരക്കുള്ള ഒരു വെള്ളിയാഴ്ച ജോലി സമയമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ ഇറങ്ങിപ്പോകും, കാരണം തിരക്കുള്ള ദിവസമാണ്. നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.